റളിയല്ലാഹു തആല അൻഹു നീഗ്രോ അടിമയാണ്. നിറത്തിന്റെ പേരിൽ പാവപ്പെട്ട ഒരു വിഭാഗത്തിന് അധകൃതവർഗമായി ഇന്നും നിറത്തിന്റെ പേരിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവാർഡ് പ്രഖ്യാപിച്ചില്ലേ? എന്തിന്റെ പേരിലാണ്? ഭയഭക്തിയുടെ പേരിൽ, അല്ലാഹുവിനെ ഭയന്നതിന്റെ പേരിൽ. അതിന്റെ അംഗീകാരമാണ് മക്കം ഫതഹിൽ എല്ലാവർക്കും സന്തോഷമായി. ദീനിലേക്ക് വന്ന ഖുറൈശികൾക്ക് അതേ പ്രകാരം മക്ക മദീന രാജ്യത്തുള്ള അൻസാറുകളും മുഹാജിറുകളുമായിരിക്കുന്ന സഹാബാക്കൾ, അതിൽ തന്നെ വലിയ വലിയ സമ്പത്തുള്ളതായ ധനാഢ്യന്മാർ, പ്രതിഭാശാലികൾ, ആനായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സാരഥികൾ എല്ലാവരും ഒന്നടങ്കം ഒത്തൊരുമിച്ച് സന്തോഷിച്ച് തക്ബീർ വിളിച്ചതായ ദിവസമാവുന്നു മക്കം ഫതഹ്. പരിശുദ്ധമായിരിക്കുന്ന ഹറം ശരീഫിന്റെ മുമ്പിൽ മക്കത്തിൽ മുക്കറമയിൽ മക്കം ഫതഹിന്റെ ധീരമായിരിക്കുന്ന പ്രഖ്യാപനം, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപനം, ജനിച്ച നാട്ടിൽ നിന്നും മാറ്റിയോടിച്ച് മദീനയിലേക്ക് നാട് വിട്ടുപോയ പുണ്യപ്രവാചകരും അവിടുത്തെ അനുയായികളും സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന ആഹ്ലാദം പങ്കിടുന്നതായ സന്ദർഭത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ വിളിക്കുമെന്നുള്ളതാണ്. ആദ്യത്തെ ഒരു പ്രഖ്യാപനം അല്ലാഹു അക്ബറാണെന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ, മക്ക രാജ്യം കിടിലം കൊള്ളുന്ന രീതിയിൽ ഒന്ന് പ്രഖ്യാപിക്കാൻ സാധ്യമല്ലായിരുന്നല്ലോ നേരത്തെ. ഇപ്പോൾ സാധ്യമായിരിക്കുക. ഓരോ സഹാബിയും ആഗ്രഹിച്ചു പോയി എന്നെ വിളിക്കണം. പക്ഷേ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് കിട്ടിയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് ഈ നറുക്കെടുപ്പ് കിട്ടിയത്. കണ്ടാൽ കരിക്കട്ട പോലെ ഇരിക്കുന്ന ചെമ്പിച്ച രോമമുള്ള മുടിയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൈബത്തിന്റെ മുകളിലേക്ക് കയറി ഒന്ന് ബാങ്ക് വിളിച്ചേക്കാൻ അംഗീകാരം പോയില്ലേ? ഇത് അല്ലാഹുവിനെ ഭയക്കുന്നതിന്റെ പേരിൽ കിട്ടിയത് ഒരു അവാർഡാണ്. അത്രയും അത്യുന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ കൈവരിച്ചിട്ടുണ്ട്. സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു, ലോകത്തിന്റെ കുത്തുബും ഗൗസുമായ മഹാനായ സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവர்கள் അല്ലാഹുവിന്റെ ഖാശിയങ്ങളിൽ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത അവന്റെ മുഖറബീങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ് റഹ്മത്തുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അങ്ങനെയാണ് ലോകത്തുള്ള ഔലിയാക്കന്മാരെല്ലാം അങ്ങനെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ യാത്ര പോയി, ബഗ്ദാദിലൊക്കെ പോയി, ഔസിലമിനെയും സുൽത്താനുൽ ആരിഫീനെയൊക്കെ കണ്ടു. എത്ര മസാറുകളാണ്, എത്ര ഔലിയാഉൽ കിറാമാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സിദ്ദീ സിഗ്തി റളിയല്ലാഹു അൻഹു തുടങ്ങി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഇമാം ബൂസൂരി റളിയല്ലാഹു തുടങ്ങി എത്ര പരശതം മഹാത്മാക്കൾ അന്തിയുറങ്ങുന്ന ബഗ്ദാദിലും ഈജിപ്തിലും ജോർദാനിലും ഒക്കെ പോയപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ സീറോയാണ്, ഒന്നുമല്ല. നമ്മൾ ഈ മഹാന്മാരുടെയൊക്കെ മുമ്പിൽ വെറും വട്ടപൂജ്യമാണ്. വെറും ജാട മാത്രമേ നമുക്കുള്ളൂ. അവർ
ഈ ലോകത്ത് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്.